ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നടുക്കുന്ന വംശഹത്യയ്ക്ക് കൈയടിക്കുന്നയാൾക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം. ഗാസയിലെ ഇസ്രയേലി വംശഹത്യയുടെ സംഘാടകനായ നെതന്യാഹുവിന്റെ ആരാധികയ്ക്ക് മാസങ്ങളായി സ്വന്തം രാജ്യത്തേക്ക് അമേരിക്കൻ പട്ടാള ഇടപെടലിനായി കെഞ്ചുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന സമ്മാനം എങ്ങനെ സമാധാനത്തിനുള്ള നോബലാകും? അത് അധിനിവേശത്തിനുള്ള സമ്മതപത്രവും വംശഹത്യക്കാർക്കുള്ള പതക്കവുമല്ലേയാകൂ? വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോയുടെ നേതൃത്വത്തിലുള്ള ജനകീയ ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യ വിമർശകയും കടുത്ത അമേരിക്കൻ ഇസ്രയേൽ പക്ഷപാതിയും തീവ്ര വലതുപക്ഷ നേതാവുമായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ച 2025 സമാധാന നൊബേൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ പലതാണ്. വെനസ്വേലയിലെ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കാനുള്ള പാശ്ചാത്യ തന്ത്രങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന മരിയ കൊറീന മച്ചാഡോയെ വെനസ്വേലയുടെ മാർഗരറ്റ് താച്ചർ എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വാഴ്ത്തുന്നത്. 58-കാരിയായ മച്ചാഡോ 1967 ഒക്ടോബർ 7 വെനസ്വേലയിലെ കരാക്കസിലെ പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത്. 2013 വെൻഡെ വെനസ്വേല എന്ന തീവ്ര വലതുപക്ഷ പാർട്ടി രൂപീകരിച്ചു. അതിന്റെ ദേശീയ കോർഡിനേറ്ററായി. 2012 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയാകാൻ മത്സരിച്ചെങ്കിലും തോറ്റു. ഭരണ അട്ടിമറി ലക്ഷ്യമിട്ട് 2014 രാജ്യത്തരങ്ങേറിയ പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തതിൽ മുഖ്യ പങ്കുവഹിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായെങ്കിലും മത്സരിക്കുന്നതിൽ നിന്ന് സുപ്രീംകോടതി അയോഗ്യയാക്കി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിക്കോളാസ് മഡൂറോ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വിജയറാലി അഭിസംബോധന ചെയ്യുമ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ മച്ചാഡോയുടെ പ്രസംഗമാണ് തത്സമയം സംപ്രേഷണം ചെയ്തത്. മച്ചാഡോയെ അമേരിക്ക സഖ്യകക്ഷിയായാണ് പരിഗണിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ജോർജ് ബുഷ് അവരെ ഓവൽ ഓഫീസിലേക്ക് ക്ഷണിച്ചാദരിച്ചു. വെനസ്വേലയ്ക്കുമേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച ഉപരോധങ്ങളെപ്പോലും മച്ചാഡോ പിന്തുണയ്ക്കുന്നു. വെനസ്വേലയിലെ നവഫാസിസ്റ്റ് ശക്തികളുമായി മാത്രമല്ല, അന്താരാഷ്ട്ര സൈനിസ്റ്റ് പ്രസ്ഥാനവുമായും യൂറോപ്പിലെ തീവ്ര വലതു സഖ്യങ്ങളുമായും ഇവർ അടുത്ത ബന്ധം പുലർത്തുന്നു. ഇസ്രയേൽ വെനസ്വേലയിൽ സൈനിക ഇടപെടൽ നടത്തണമെന്ന് 2018 അവർ ആവശ്യപ്പെട്ടു. അധികാരം പിടിക്കാനായാൽ ഇസ്രയേൽ വെനസ്വേല എംബസി തുറക്കുമെന്നും വാഗ്ദാനം ചെയ്തു. And I can announce this that our government will move our Israeli embassy to Jerusalem. That will be part of our support to the state of Israel. ട്രംപിനല്ല നൊബേൽ എന്നതിൽ പലരും ആശ്വസിക്കുന്നുണ്ട്. എന്നാൽ മച്ചാഡോയ്ക്ക് ലഭിച്ച നൊബേൽ ട്രംപിന് ലഭിച്ചതിന് തുല്യം എന്ന് അവരുടെ നിലപാടുകൾ തെളിയിക്കുന്നു. ഒടുവിൽ തനിക്ക് കിട്ടിയ അവാർഡ് ട്രംപിന് സമർപ്പിക്കുന്നു എന്നുകൂടി അവർ പ്രഖ്യാപിച്ചതോടെ ചിത്രം പൂർത്തിയായി.